നെക്സ്റ്റ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. നമ്മൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇക്വേഷൻ കൺസിഡർ ചെയ്തിരുന്നു. എ പ്ലസ് ബി ഗീവ്സ് എ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു K into concentration of A to the power X and B to the power Y എന്ന് കൺസിഡർ ചെയ്ത് റേറ്റ് ഇക്വേഷൻ നമ്മൾ എഴുതിയിരുന്നു. ഇനി ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. നമുക്ക് ഈ റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, ഈ കോൺസെൻട്രേഷൻ ഓർഡർ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ കോൺസെൻട്രേഷൻ ടേംസ്, മോളാർ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവേഴ്സായിട്ടുള്ള എക്സിൻ്റെയും വൈൻ്റെയും സമ്മിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓർഡർ, അപ്പോൾ എന്താ നമുക്ക് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ, ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേം ഇൻവോൾവ് ഇൻ ദ റേറ്റ് ഇക്വേഷൻ. റേറ്റ് ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ള കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവേഴ്സിൻ്റെ സമ്മിനെയാണ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് കോൺസെൻട്രേഷൻ ടേംസ്, പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ എ റേറ്റ് ഇക്വേഷൻ. Therefore it is equal to x plus y. Then example, rate is equal to K into A to the power half and B to the power 3/2 എന്നാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഓർഡർ എങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക? ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് പ്ലസ് 3/2 ഈസ് ഈക്വൽ ടു 4/2 ഈസ് ഈക്വൽ ടു 2. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്താ വരിക? 2 എന്ന് നമുക്ക് കിട്ടും. അതേപോലെ വേറൊരു എക്സാമ്പിളും കൂടി ചെയ്യുകയാണെങ്കിൽ, റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A to the power 1 ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് B to the power 3 ആണെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത്, ഓർഡർ ഈസ് ഈക്വൽ ടു 1 + 3 ഈസ് ഈക്വൽ ടു 4. ഈ റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റും? 4 ആണ് എന്ന് പറയാൻ പറ്റും.